അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു ഫന്നൗമു ലിൽ മുഹിബ്ബി ഫഹുവ ഹറാമു. മുഅ്മിനീങ്ങളെ, അമലൊക്കെ ഓട്ടോമാറ്റിക് വരും. അമല് ഫർ ആണ്, ഇഷ്ക് അസ്ലാണ്. ഇഷ്ക് എന്ന് പറഞ്ഞ സാധനം അസ്ലാണ്, അടിസ്ഥാനമാണ്. അതുണ്ടെങ്കിൽ അമൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതാണ് സ്വഹാബത്തിൽ കാണാൻ പറ്റുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വേണോ വേണ്ടേന്ന് ആലോചിക്കൂല പോലെ. എന്താ കാരണം? ഇഷ്കാണ് അതിന്റെ കാരണം. അങ്ങനെ ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ള ആലോചനയില്ല, അതിനു മുമ്പ് ചെയ്തിരിക്കും. ഇഷ്കാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തഖ്വയുടെ അടിസ്ഥാനം ഇഷ്കാണ്, സബറിന്റെ അടിസ്ഥാനം ഇഷ്കാണ്, തവക്കുലിന്റെ അടിസ്ഥാനം ഇഷ്കാണ്, ഈമാന്റെ അസ്ല് ഇഷ്കാകുന്നു. ഇഷ്ക് അസ്ലാണ്, അമലു സ്വാലിഹാത്ത് ഫർആൻ. അസ്ലില്ലാത്ത ഫർ കൊണ്ട് കാര്യമില്ല, ഫർ ഇല്ലാത്ത അസ്ല് കൊണ്ട് കാര്യം ഉണ്ടാവും. ഞാനീ പറഞ്ഞത് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. എന്താ ഇപ്പൊ റബീഉൽ അവ്വൽ 12 മാത്രം ഇങ്ങോട്ട് ഉഷാറായിട്ട് എന്ന് തോന്നും. ചിലപ്പോ നമ്മക്കും തോന്നുന്നത്, എല്ലാരും ഇങ്ങനെ പറയുമ്പോ നമ്മക്കും തോന്നുമല്ലോ, റബീഉൽ അവ്വൽ 12 മാത്രം ഉഷാറായിട്ട് എന്താ കാര്യം? ഒന്ന് അസ്ലാണ്, മറ്റേത് ഫർആൻ. അസ്ലില്ലാത്ത ഫർ കൊണ്ട് കാര്യമില്ല, അതേ സമയത്ത് ഫർ ഇല്ലാത്ത അസ്ല് കൊണ്ട് കാര്യമുണ്ട്. എവിടെ കാര്യമുണ്ട്? അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് പറഞ്ഞ അവിടെ കാര്യമുണ്ട്. അവിടെ അല്ലേ കാര്യം വേണ്ടത്? അവിടെയുള്ള കാര്യം വേണ്ടത് സത്യത്തിൽ നരകമോചനത്തിന്റെ പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മകളെയും തിന്മകളെയും തൂക്കിക്കണക്കാക്കിയിട്ട് ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും തിരിക്കപ്പെട്ടാൽ നന്മ മുൻതൂക്കമായവർ സ്വർഗത്തിലേക്ക് പോകും, തിന്മ മുൻതൂക്കമായവർ നരകത്തിലേക്ക് പോകും. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പുന്നാര നബി തങ്ങളുടെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ചളി ഇരിക്കല്ലായിരുന്നു. ഒരു യാ നബി എല്ലാരും ചൊല്ലി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഉഷാറായിട്ടില്ല. ഒന്നുകൂടി കേട്ടോ, എന്റെ ഒപ്പം. അശ്റക അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي عليكم يا رسول سلام عليكم, يا حبيب سلام عليكم, صلوات الله عليكم. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പുന്നാര നബി തങ്ങളുടെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇങ്ങനെ നരകത്തിന്റെ വാതിലുകളെ പറ്റി ഇങ്ങനെ പറയാം. നരകത്തിന്റെ ഓരോ വാതിലിന്റെ പേര് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഓരോ നിലകളിലേക്കുള്ള ഓരോ വാതിൽ, ആ വാതിൽ കൂടെ കടന്നാൽ ഇന്നോടത്തേക്ക് എത്തുക. ഒന്നാമത്തത് ഏറ്റവും അടിയത്തെ വാതിൽ പറഞ്ഞു മുനാഫിഖിനുള്ളതാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു.
ഒന്ന് ജൂതന്മാർക്കുള്ളതാണ്, ഒന്ന് മജൂസികൾക്കുള്ളതാണ്, നസ്വാറാക്കൾക്കുള്ളതാണ്, കാഫിരീങ്ങൾക്കുള്ളതാണ്, ഫിറഔനും കൂട്ടക്കാർക്കുള്ളതാണ്. 6 എണ്ണി. 7 വാതിലാണ് നരകത്തിന്. 7 വാതിലാണ്. സബഅത്തു അബ്വാബ്, 7 വാതിലാണ്. 6 എണ്ണി, 7ാമത്തത് എണ്ണിയില്ല. 7ാമത്തത് എണ്ണാതിരുന്നപ്പോ നബിതങ്ങൾ ചോദിച്ചു ജിബ്രീലേ അലൈഹിസ്സലാം, എന്തേ 7ാമത്തത് പറയാഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ചെറിയൊരു നാണം, പറയാൻ കൂട്ടാക്കിയില്ല. വീണ്ടും ചോദിച്ചു ജിബ്രീലേ അലൈഹിസ്സലാം, എന്തേ 7ാമത്തത് പറയാഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയേ, 7ാമത്തത് നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് തെറ്റ് ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടവനുള്ള വാതിലാണ് നബിയേ. ഫഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഇഖാ. കേൾക്കേണ്ട താമസം നബി തങ്ങൾ ബോധരഹിതനായി വീണു എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം നിലത്തിരുന്നിട്ട് പുന്നാര നബി തങ്ങളുടെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് ബോധം തെളിയുന്നത് വരെ ഇരുന്നതിന് ശേഷമാണ് മടങ്ങിയത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖയുണ്ട്. നമ്മളോട് നമ്മളെക്കാൾ താല്പര്യം, അതാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മഹാനായ സയ്യിദുന അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ ഇങ്ങനെ ഒരു സംഭവം കാണാം. അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ഹാലായിരുന്നു, ഒരു നടത്താണ്, ഒരു ഹാല. മണ്ണ് സംസാരിച്ച ആളാണ് ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സംസാരം കേട്ടു, യാ ശിബിലി കുൻ മിസ്ലി, ശിബിലിയെ നീ എന്റെ മാതിരിയാവണട്ടോ. 4 ഭാഗം നോക്കുമ്പോ ഒന്നും കാണാൻ. മൂപ്പര് വീണ്ടും നോക്കിയപ്പോ 2ാമതും കേട്ടു, യാ ശിബിലി കുൻ മിസ്ലി, ശിബിലിയെ നീ എന്റെ മാതിരിയാവണം. പിന്നെ നോക്കിയപ്പോ ഒന്നും കാണാൻ. വീണ്ടും നടന്നു, വീണ്ടും കേട്ടു, യാ ശിബിലി കുൻ മിസ്ലി, ശിബിലിയെ നീ എന്നെ പോലെ ആവണം. ശ്രദ്ധിച്ചു നോക്കിയപ്പോ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണാണ് പറയണത്, ശിബിലിയെ നീ എന്നെ പോലെ ആവണട്ടോ. ഭൂമി സംസാരിച്ച ആളാണ് മഹാനായ അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു. പക്ഷേ ബഗ്ദാദുകാരുടെ അഭിപ്രായം അദ്ദേഹത്തിന് പിരാന്താണ് എന്നാണ്. ബഗ്ദാദുകാരുടെ അഭിപ്രായത്തിൽ ശിബിലിക്ക് പിരാന്താണ്. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരു ദിവസം ആ നാട്ടിലെ പ്രസിദ്ധനായ ഒരു മുദരിസ് ഉണ്ടായിരുന്നു, അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്ന പേരായ വലിയൊരു മുദരിസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്ന മുദരിസ് ദർസ് നടത്തുന്ന സദസ്സിലേക്ക് അല്ലാമ ശിബിലി കയറി ചെന്നു. അബൂബക്കർ ബിനുൽ മുജാഹിദ് ഇരിക്കുന്നോടത്ത് എഴുന്നേറ്റിട്ട് വാതിലേക്ക് പോയി കൂട്ടിക്കൊടുന്ന് താൻ ദർസ് നടത്താൻ വേണ്ടി ഇരിക്കുന്ന വിരിപ്പിൽ ഇരുത്തി. കുറെ അവ്യക്തമായ സംസാരങ്ങളാണ് അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു നടത്തിയിരുന്നത്. കുറച്ച് അവ്യക്തമായ സംസാരങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞ് പോകുമ്പോൾ കൂടെ പോയി യാത്രയച്ചു. യാത്രയച്ച് കഴിഞ്ഞ് വന്നപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, അതഫ്അലു ഹകദാ ബിഹാദാ, അല്ലയോ ഗുരുവര്യരെ, എന്താണ് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാ മൂപ്പര അങ്ങനെയൊക്കെ ചെയ്യണത്? അഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ, ബഗ്ദാദുകാര് അദ്ദേഹത്തിന് പിരാന്താണ് എന്നാണല്ലോ പറയല് എന്ന് പറഞ്ഞു. അഹ്ലു ബഗ്ദാദിൻ യളുന്നൂന ഇന്നഹു മജ്നൂൻ. അതിലൊരു കാര്യം പറഞ്ഞു, ഞാൻ ഈ ചോദ്യം ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചോദ്യം ഞാൻ ഒരിക്കൽ പുന്നാര നബിയോട് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ഉറക്കത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്യത്തുസ്താദിന്റെ താരീഖ് പറയുന്നുണ്ട്, ഒരാൾ വന്നിട്ട് മുത്തുനബീനെ ഒന്ന് ഉറക്കത്ത് കാണാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചത്രേ, ഉറക്കത്തിലും കണ്ടിട്ടില്ലേ എന്ന്. നമ്മളെവിടെ കിടക്കണം, അവരെവിടെ കിടക്കണം.
യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. അപ്പോ ഇങ്ങനെ ചോദിച്ചു ശിഷ്യന്മാര്, എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ബഗ്ദാദുകാർക്ക് അദ്ദേഹത്തിന് ഭ്രാന്താന്ന അഭിപ്രായമാണല്ലോ എന്ന് പറഞ്ഞപ്പോ, ഞാൻ ഈ ചോദ്യം നബിനോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഞാൻ മുസ്തഫായ നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടപ്പോ നബി തങ്ങൾ ദർസ് നടത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനികളായ സ്വഹാബികളൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ദർസാണ്. മുത്തുനബി ദർസ് നടക്കുന്ന സദസ്സിലേക്ക് ഇയാൾ കയറി വന്നു. അല്ലാമ ശിബിലി കയറി വന്നു, ഉറക്കത്തിലാണ്. ഇദ്ദേഹം വരുന്നത് കണ്ടപ്പോ നബി തങ്ങൾ ഇരിക്കണോടത്തുനിന്ന് എഴുന്നേറ്റു, സ്വീകരിച്ചു കൊണ്ടുവന്ന് തന്റെ വിരിപ്പിലിരുത്തിയിട്ട് പോകുമ്പോൾ യാത്ര അയച്ചപ്പോ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അതഫ്അലു ഹഖദാ ബിഹാദാ, എന്താണ് ഇയാളെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? അഹ്ലു ബഗ്ദാദിനി യഖൂലൂന ഇന്നഹു മജ്നൂൻ, ബഗ്ദാദുകാരുടെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്നാണല്ലോ എന്ന് ചോദിച്ചോ പറഞ്ഞു ഷിബിലി. അബൂബക്കർ മുജാഹിദ്, നിങ്ങൾക്ക് അറിയോ ഇയാളെ? ഇദ്ദേഹം എല്ലാ ദിവസവും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന ആയത്ത് ഒരു തവണ ഓതുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഈ ആയത്തിന് വേറെ പ്രത്യേകത ഉണ്ട്. ഈ ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഇറങ്ങിയ ആയത്താണ്. ദീൻ പൂർത്തിയായ ആയത്താണ് അൽയൗമ അക്മൽതു ലക്കും, ഹജ്ജത്തുൽ വദാഇന്റെ. അതിന്റെ ശേഷം ഇറങ്ങിയ ആയത്താണ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. അതിന് നമുക്കൊരു കാര്യം കിട്ടും, മദ്ഹിന് പരിധിയില്ല, മദ്ഹിന് പരിധിയില്ലെന്ന് കിട്ടും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയതിന്റെ ശേഷമാണ് ഈ ആയത്തിറങ്ങുന്നത്. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലേക്ക് ആദ്യമായി ടിക്കറ്റ് വാങ്ങിയ ആളാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരേക്കും ഫർള് നിസ്കാരം നിർബന്ധമായിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരേക്കും റമദാനിലെ നോമ്പ് നിർബന്ധമായിട്ടില്ല. എന്നാൽ ഖദീജ ബീവി സ്വർഗത്തിലാണ്. ഫർള് നിസ്കാരം ഒന്നും നിസ്കരിച്ചിട്ടില്ല, ഫർളായ നോമ്പ് നോറ്റിട്ടില്ല. അത് രണ്ടും നിർബന്ധമാകുന്നതിന് മുമ്പ് വഫാത്തായിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ നിസ്കരിക്കണം, നോമ്പ് എടുക്കണം, കാരണം നമ്മൾ നിർബന്ധമായതിന്റെ ശേഷം ജീവിക്കുന്ന ആളാണ്. പക്ഷെ ഇനി നമുക്കൊരു കാര്യം കിട്ടും, സ്വർഗത്തിൽ പോവാന് നിസ്കരിക്കുന്നതിനേക്കാളും നോമ്പ് വെക്കുന്നതിനേക്കാളും വലിയ വേറൊരു കാര്യമുണ്ട്. അത് ഖദീജ ബിബി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. സാലിം വെച്ച് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറയരുതേ. നമ്മൾ നിസ്കാരം നിർബന്ധമായതിന്റെ ശേഷം ജീവിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ നിസ്കരിച്ചേ പറ്റുള്ളൂ, നോമ്പ് പറ്റേ പറ്റുള്ളൂ. അതേ സമയത്ത് സ്വർഗത്ത് പോകാൻ ഇതല്ലാത്തൊരു വഴിയുണ്ട്. അതുകൊണ്ടാണല്ലോ നിസ്കാരം നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് വഫാത്തായ ഖദീജ ബീവി സ്വർഗത്തിലെത്തുന്നത്. എന്തായിരുന്നു അത്? എന്തായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത്? അത് മദ്ഹുൻ നബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല, ഇന്നക ലതസ്തഖുൽ ഹദീസ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം ഒരു വർത്താനം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളെ അള്ളാഹു നബിയാക്കി നിയോഗിക്കുന്നതിന്റെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അതാണ് ഖദീജ ബീവിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മുസ്തഫായ നബി തങ്ങൾ എപ്പോഴും ഖദീജ ബീവിനെ കുറിച്ച് ഇങ്ങനെ പറയും. ഖദീജ ബീവിയെ കുറിച്ച് എപ്പോഴും സംസാരിക്കും. വീട്ടിൽ സദ്യ ഉണ്ടായാൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കും. ആടിനെ അറുത്താല് നല്ലൊരു പുറകെടുത്തിട്ട് ഖദീജ ബീവിയുടെ കൂട്ടുകാരിക്ക് വിടും.
അങ്ങനെ കൊടുത്തയക്കും. എപ്പോഴും ഖദീജ ബീവിനെ കുറിച്ച് പറയും. എന്താ ഖദീജ ബീവിയുടെ പ്രത്യേകത? മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിനെ മനസ്സിലാക്കിയതാണ് ഖദീജ ബീവിയുടെ പ്രത്യേകത. അതാണ് ഈമാന്റെ അസ്ല്. ഈമാൻ ഇഷ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അസ്ലില്ലാത്ത ഫറു കൊണ്ട് കാര്യമില്ല. ഫറഇല്ലാത്ത അസ്ല് കൊണ്ട് കാര്യം ഉണ്ടായതിന്റെ ഉദാഹരണമാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്.